ഹലോ, ഈ ഒരു സമ്മർ ടൈമിൽ എൻ്റെ മുടിനെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാനും അതേപോലെ തന്നെ മുടിയുടെ ടെക്സ്ചറിനെ ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാനും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹോം റെമഡി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചൂട് സമയത്ത് ഇതുപോലെ ഒരു ചെറിയ കാറ്റ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഹോം റെമഡി അലോവേരയാണ്. അലോവേരയുടെ ബെനിഫിറ്റ്സ് ഞാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട, കാരണം അത്രയും ബെനിഫിറ്റാണ്. അത് ഫേസിൽ യൂസ് ചെയ്യാനാണെങ്കിലും ഹെയറിൽ യൂസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് നല്ല പോലെ ബെനിഫിറ്റാണ്. സോ ഞാൻ എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 അലോവേരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഒരു മുള്ളു പോലത്തെ ഭാഗം ഉണ്ടാകും 2 സൈഡും, അത് ഞാൻ കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇത് ഒരു സെൻറ്ററാക്കി മുറിക്കുന്നു. പിന്നെ അലോവേര എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിപ്പണി നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതിൽ നിന്ന് ഒരു യെല്ലോ കളർ ലിക്വിഡ് വരും. ആ ലിക്വിഡ് കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇച്ചിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ മുടി ഒരു സെക്ഷനാക്കി എടുത്തിട്ട് ഇതുപോലെ ഞാനിങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ജെല്ല് മൊത്തം ഇങ്ങനെ പുറത്തേക്ക് വരും. സോ ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് നല്ല പോലെ തണുപ്പ് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി അതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, നല്ല തണുപ്പുണ്ടാകും. അപ്പം ഞാനിങ്ങനെ തേച്ച് ഹെയർ ഫുള്ള് തേച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജെല്ല് കിട്ടാണ്ടാവുമ്പോൾ ഇതുപോലെ ഒരു ചീപ്പ് എടുത്തിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ ജെല്ലും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്കറിയാം, ഒരു ബ്ലാ പോലത്തെ ഒരു സ്വഭാവം ഉള്ളതാണ്. നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല, പെട്ടെന്ന് ഇങ്ങനെ വഴുക്കി പോകും കയ്യിൽ നിന്ന്. സോ ഞാൻ കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും ഹെയർ ഫുള്ളായിട്ട് ഞാൻ അലോവേര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹെയർ മൊത്തം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഹെയർ ലെങ്ത്തിലേക്കാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ സത്യം പറഞ്ഞാൽ മാറും. നല്ല പോലെ മുടിക്ക് സോഫ്റ്റ് ആകും. അലോവേരയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേരയിൽ ധാരാളം മിനറൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മുടിനെ നല്ല പോലെ മോയ്സ്ചറൈസിങ് നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മുടി സോഫ്റ്റ് ആക്കാനായിട്ട്, പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പാണെങ്കിൽ അത് മാറാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറാനായിട്ട് കുറേ ബെനിഫിറ്റ് ഉണ്ട് ആക്ച്വലി അലോവേരയ്ക്ക്. സോ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 അവർ, തലനീരിറക്കം ഇറങ്ങുന്നവർ ഒരു 1 അവർ വെക്കേണ്ട ആവശ്യമില്ല, അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഹെയറിൻ്റെ ടെക്സ്ചറാണ് കേട്ടോ. ഞാനിവിടെ ആഫ്റ്റർ ആൻഡ് ബിഫോർ വീഡിയോ കൊടുക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ മുടിക്ക് എത്രത്തോളം എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇവിടെ മാറ്റിയിട്ടുണ്ടെന്ന്. കണ്ടോ, എൻ്റെ മുടിക്ക് കുറച്ച് ഡ്രൈനെസ് ഉണ്ടായിരുന്നു, പക്ഷേ വാഷ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുടി നല്ല പോലെ സോഫ്റ്റായി. എനിക്കങ്ങനെ തോന്നി കേട്ടോ. മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് നൽകി. അതേപോലെ തന്നെ മുടിയുടെ ടെക്സ്ചർ തന്നെ നല്ല സിൽക്കി, നമുക്ക് കാണുമ്പോൾ തന്നെ മുടിക്ക് നല്ല തിളക്കം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അലോവേരയുടെ കൂടെ നമുക്ക് പലതും ആഡ് ചെയ്യാം. അതായത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ മുടി വളർച്ചയ്ക്ക് ഹെൽപ്ഫുൾ ആകുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അലോവേര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ 2 വീക്സിൽ ഞാൻ ഒരിക്കലെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, കാരണം അത്രയും ബെനിഫിറ്റാണ്. പിന്നെ മുടി വളർച്ചയ്ക്കും ഇത് ഹെൽപ്പ് ചെയ്യും. മുടി വളരുക എന്ന് പറയുമ്പോൾ നാളെ തന്നെ പനങ്കുല പോലെ മുടി വളരുമെന്നല്ല, പക്ഷേ ഉള്ള മുടിനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഗ്രോത്തിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് നല്ലപോലെ വളർത്തുക. സോ എല്ലാവരും ഈ ഒരു ഹാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.